ചേച്ചിക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? ആ ആയി. ഗുഡ് മോർണിംഗ്. എന്താ ലേറ്റ്? സുമതിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. അല്ല, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഞാൻ പോയില്ല, മഹാ ബോറാണെന്നേ. ആ പിന്നൊരു കാര്യം, സരള ഇന്ന് ഓഫീസിൽ പോകണ്ട, ഒരു പിക്ചറിന് പോവാം. അയ്യോ ഞാനില്ല. പറ്റില്ല, വന്നേ മതിയാകും. ആരെങ്കിലും കാണും. കാണട്ടെ, എന്നായാലും കാണേണ്ടതല്ലേ. ചേച്ചി, ഈ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത്, വാചാലമായ കണ്ണുകൾ. പിന്നെ സത്യമാണ്, ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു. എല്ലാം എല്ലാം. എന്നെയും. നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല. രമേശ്, ഞാൻ പാവമാണ്. എന്റെ അനിയത്തെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്, പക്ഷേ. എന്ത് പക്ഷേ? സരളെ, എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും. നീ മാത്രം. ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. എന്നെ സംരക്ഷിക്കേണ്ടവളാണെന്ന കാര്യം പോലും മറന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛനും അമ്മയില്ലാത്ത എന്നെ സംരക്ഷിക്കേണ്ടത് ചേച്ചി ജോലിയെടുത്താണ്. പക്ഷെ ചേച്ചിയുടെ ഈ പോക്ക് നാശത്തിലേക്കാണ്. ഇല്ല സുമതി, രമേശ് എന്നെ ചതിക്കില്ല. അദ്ദേഹം എന്നെ തീർച്ചയായും വിവാഹം കഴിക്കും. സരള ഗർഭിണിയായി. ഒരു ദിവസം അവളും സുമതിയും കൂടി എന്റെ മുറിയിൽ വന്നു. രമേശ്, എന്റെ ചേച്ചി ഗർഭിണി
ഗർഭിണിയാണ്. രമേശിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അതിന് ഉത്തരവാദി ഞാനാണ്. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. സാറിലെ ഞാൻ വിവാഹം കഴിക്കും. ധൈര്യമായി പോകൂ. ഞാൻ ഇന്ന് എന്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല? പലതവണ ഞാൻ ഒരുങ്ങി. എനിക്ക് പേടിയായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ നാട് വിട്ടു. ആ പാവം പെൺകുട്ടിക്ക് എന്ത് പറ്റിയടാ? അപവാദം ഭയന്ന് ഗർഭിണിയായി ചേച്ചിയും ഞാനും അന്ന് നാട് വിട്ടു. ബിന്ദുവിനെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി മരിച്ചുപോയി. അവളെ വളർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തി. ഇതാണ് സംഭവിച്ചത്. എന്റെ തെറ്റ് എനിക്ക് തിരുത്തണം. ബിന്ദു എന്റെ മോളാണ്. അവളെനിക്ക് വേണം. ബിന്ദുവിന് വേണ്ടി ഞാൻ സുമതി വിവാഹം കഴിക്കും. സുമതി, ഞാൻ മുതലാളിയെ കാണാൻ പോവാണ്. എന്തിന്? നമ്മുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അത് പറയാറായോ വാസേട്ടാ? മുതലാളി, എന്താ വാസു? ഞാൻ എന്റെ സമ്മതം കഴിക്കാൻ വന്നതാണ്. എന്തിന്? സുമതിയെ കല്യാണം കഴിക്കാൻ. മുതലാളി ഒന്നും പറഞ്ഞില്ല. വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു. മുതലാളി, ആ നന്ദി എനിക്കെന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുതലാളി. അതെ വാസു, പറയൂ, നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായും. എന്റെ ജീവൻ കളഞ്ഞു. എങ്കിൽ വാസു സുമതിയെ മറക്കണം. മുതലാളി, ബിന്ദു രമേശിന്റെ കുഞ്ഞാണ്. അതെനിക്കറിയാം. ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ. മുതലാളി, അവർക്ക് നന്മ വരുന്നതിൽ വാസു സന്തോഷിക്കില്ലേ? അവളും കുഞ്ഞും സുഖമായിരിക്കല്ലേ വേണ്ടത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്. മരണവുമായി മത്സരിച്ചോടുന്ന ഒരപസ്മാരോഗിക്കാൾ എന്റെ സുമതിക്ക് യോജിക്കുക രമേശായിരിക്കും. ഞാൻ വഴിമാറിക്കൊടുത്തേ പറ്റൂ. മുതലാളി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? സുമതിയെ മറക്കാൻ. അമ്മേ, മോളെന്താ ഇത്രയും താമസിച്ചത്? നമ്മുടെ മുതലാളി എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയമ്മേ. എന്നിട്ട്? ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ തന്നമ്മേ. ഓഹോ, മാമൻ എന്തേ അമ്മേ? ഇപ്പൊ വരും മോളെ. മാമൻ എന്താമ്മേ വരാത്തത്? ആ, മോളിവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വാസേട്ടാ, വാസേട്ടാ. വാസുവേട്ടൻ? വാസു പോയി. ഞാൻ വാസുവേട്ടനെ തിരക്കി വന്നതാ. ഞാൻ പോകുന്നു മുതലാളി. സുമതി,
ഇനി നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു. അതേ മോളെ, ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല. മനസ്സിലായില്ല. ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല. അല്ല. എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ സ്നേഹം നിഷേധിക്കുന്നത്? അവരുടെ അച്ഛൻ മരിച്ചുപോയി. സുമതി, മുതലാളിക്കറിയാമോ, അനാഥ ശവങ്ങൾ കുഴിച്ചിടുന്നിടത്താണ് എന്റെ ചേച്ചിയെ കുഴിച്ചിട്ടത്. നിന്റെ ദുഃഖം എനിക്കറിയാം. എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ? ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമല്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നിലുള്ളിടത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വെറുക്കുന്നു. മോനെ, ഞാനെല്ലാം കേട്ടു വെച്ച. സുമതി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല. രമേശ്, ഞാൻ ഇന്ന് തന്നെ മടങ്ങുകയാണ്. മോനെ, എന്നോട് ക്ഷമിക്കു വെച്ച. മാമ വന്നില്ലേ മോളെ? വന്നിട്ട് പോയി. എന്നെ ഒരുപാട് ഉമ്മ വെച്ചു. ഇത് അമ്മയുടെ തരാൻ പറഞ്ഞു. ഞാൻ പോകുന്ന സുമതി, നിനക്ക് നന്മകൾ നേർന്നുകൊണ്ട്.